പ്രേമലുവിന് ശേഷം ഗിരീഷ് ഷേഡി ആൻഡ് കിരൺ ജോഷി വീണ്ടും ഭാവന സ്റ്റുഡിയോസിനൊപ്പം ടീമപ്പ് ചെയ്തിട്ട് ഇറക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് റൊമാൻറ്റിക് കോമഡി മൂവിയാണ് ബെത്ലഹേം കുടുംബ യൂണിറ്റ്. ആൻഡ് ഫോർ മീ എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എ വെരി ലൈറ്റ് ഹാർട്ടഡ്, ഭയങ്കര ചാമിങ്, ഭയങ്കര ഒരു ഫീൽ ഗുഡ് മൂവി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഈ മൂവിയും വിശ്വനാഥ സൺസിനെ പോലെ തന്നെ ഒരു ഏജ് ഗ്യാപ്പ് റൊമാൻസിനെ കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത്. ഈ മര്യാദയ്ക്ക് എടുത്തില്ലെങ്കിൽ ഈ ഏജ് ഗ്യാപ്പ് റൊമാൻസ് എന്ന് പറയുന്ന സാധനം ഭയങ്കര ഓക്വേർഡ് ആയിട്ട് പോകേണ്ട ഒരു പരിപാടിയാണ്. ബട്ട് ഇതിന്റെ സ്ക്രിപ്റ്റ് ഭയങ്കര ഇന്നസെന്റ് ആയിട്ടും മെച്ചുവർ ആയിട്ടും ആണ് ഈ ഒരു എന്താ പറയാ ഈ ഒരു ടോപ്പിക്കിനെ ഡീൽ ചെയ്യുന്നത്. എനിക്ക് ഇതിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് നിവിൻ പോളി ആൻഡ് മമിത ബൈജുയുടെ ആ ഒരു കെമിസ്ട്രി. ഇതിൻ്റെ അകത്ത് നിവിൻ പോളിയുടെ ആ ഒരു ബോയ് നെക്സ്റ്റ് ഡോർ ചാം ഭയങ്കര നൈസായിട്ടാണ് ഈ മൂവിയുടെ ഹെൽപ്പ് ചെയ്തിരിക്കുന്നത്. മമിത ബൈജു നല്ല രീതിയിലാണ് ഈ റോൾ ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്. പിന്നെ എനിക്ക് ഇതിൻ്റെ അകത്ത് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഗിരീഷ് ഷേഡി ഇതിൻ്റെ അകത്ത് കൊണ്ടുവന്നിരിക്കുന്ന ആ ഒരു സിറ്റുവേഷണൽ കോമഡി പരിപാടികൾ ഭയങ്കര നൈസായിട്ടുള്ള സിറ്റുവേഷണൽ കോമഡീസ്, പല റെഫറൻസ് കോമഡീസ് ഭയങ്കര നൈസായിട്ടാണ് എനിക്ക് തോന്നിയത്. ലൈക്ക് കുറെ സീനുകൾ ഉണ്ടായിരുന്നു, മറ്റേ ചിരിച്ചിരിച്ച് ചുമച്ചു പോയ കുറെ സീനുകൾ ഉണ്ടായിരുന്നു ഈ മൂവി കാണുന്ന സമയത്ത്. പിന്നെ ഇതിൻ്റെ അകത്ത് എടുത്ത് പറയേണ്ടത് സപ്പോർട്ടിംഗ് കാസ്റ്റിനെ കുറിച്ചാണ്. സംഗീത് പ്രതാപ്, സുരേഷ് കൃഷ്ണ, പിന്നെ നമ്മുടെ ചൂരലിലെ പുള്ളിയൊക്കെ നല്ല രീതിയിലാണ് ഇതിനകത്ത് കോമഡി ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്. ആൻഡ് യെസ്, ശ്യാമോഹനും ഇതിൻ്റെ അകത്ത് ഒരു ക്യാരക്ടർ പ്ലേ ചെയ്യുന്നുണ്ട്. എല്ലാവരും ഭയങ്കര നൈസായിട്ടാണ് ഈ മൂവിയുടെ സപ്പോർട്ടിംഗ് കാസ്റ്റ് അവരുടെ റോൾസ് എല്ലാം പ്ലേ ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇറ്റ് വാസ് ഫൺ ടു വാച്ച്. And special mention to Roshan Shanawaz as Glixen. പിന്നെ ഇതിൻ്റെ അകത്ത് എടുത്തു പറയേണ്ടത് ഈ മൂവിയുടെ സിനിമാറ്റോഗ്രാഫിയാണ്, ഹാൻഡിൽഡ് ബൈ അജ്മൽ സാബു. ഭയങ്കര കുറെ നല്ല ഷോർട്സും കാര്യങ്ങളൊക്കെയാണ് ഈ മൂവിയുടെ അകത്തുള്ളത്. ഇതായിട്ട് എടുത്തു പറയേണ്ടത് എഡിറ്റർ ആണ്. ദ എഡിറ്റിംഗ് ഇസ് ഡൺ ബൈ ആകാശ് ജോസഫ്. പുള്ളി തന്നെയാണ് പ്രേമലൂടെയും എഡിറ്റിംഗ്. ഈ മൂവിയുടെ അകത്താണെങ്കിൽ ഭയങ്കര നൈസ് കുറെ ട്രാൻസിഷൻ ഷോർട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൻഡ് യെസ്, വിഷ്ണു വിജയുടെ ബ്രീസി ബാക്ക്ഗ്രൗണ്ട് സ്കോർസ് ഭയങ്കര, അതിന്റെ ടെക്നിക്കൽ ക്വാളിറ്റി പറയാനില്ല, ഇറ്റ് വാസ് ടോപ്പ് നോച്ച്. എൻ്റെ അടുത്ത് പലരും പറഞ്ഞു ഇതിൻ്റെ അകത്ത് ഈ മൂവി ഭയങ്കര കുറച്ച് ലാഗിഷ് ആയിട്ട് തോന്നി, പല സീനുകളും വലിച്ചു നീട്ടിയ പോലെ തോന്നി. ബട്ട് ടു ബി ഓണസ്റ്റ് പേഴ്സണലി എനിക്ക് അങ്ങനെയൊന്നും തോന്നിയില്ല. ടു മീ ഇറ്റ് വാസ് ലൈക്ക് എന്താ പറയാ, ആ ഒരു കുറെ മൊമെന്റ്സിനെ കാണിക്കുന്നത് ഭയങ്കര നല്ല രീതിയിലാണ് മൊമെന്റ്സ് കാണിക്കുന്നതാണ് എനിക്ക് തോന്നിയത്. എനിക്ക് ആ ഒരു എന്താ പറയുക ലാഗ് എന്നൊരു പരിപാടി എനിക്ക് തോന്നിയില്ല. സോ ടു എൻഡ്, ബെത്ലഹേം കുടുംബ യൂണിറ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വളരെ ഒരു നല്ല ലൈറ്റ് ഹാർട്ടഡ് ഫീൽ ഗുഡ് ഡ്രാമയായിട്ടാണ് എനിക്ക് തോന്നിയത്. ബെത്ലഹേം കുടുംബ യൂണിറ്റ് ഒരു ഓണം വിന്നർ ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് ഇറ്റ് കൈൻഡ് ഓഫ് പ്രൂവ്സ് ദാറ്റ് ഗിരീഷ് ഷേഡി ഈസ് ദ മാസ്റ്റർ ഓഫ് ഫീൽ ഗുഡ് മൂവീസ്. ആക്ച്വലി തിങ്കിങ് ബാക്ക്, ഈ മൂവി ശരിക്കും പറഞ്ഞാൽ ഓം ശാന്തി ഓശാനയുടെയും പ്രേമത്തിന്റെ ഒരു വൈബ് തരാറുണ്ട്. സോ ടു വാച്ച് Bethlehem Kudumbha Unit. So that's Bethlehem Kudumbha Unit for you. Take care.